മഴതോരും മുൻപേയുടെ വരാൻ പോകുന്ന കഥയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അലീന കടപ്പാട്ടൂരെ വീട്ടിൽ നിന്നും കുളുത്തൂപ്പുഴയ്ക്ക് തിരിച്ചു പോകാത്തതിൽ സ്റ്റാൻലി പിണങ്ങുകയും ദേഷ്യപ്പെടുകയും ചെയ്യുന്നു. അതുകൊണ്ട് അലീന കുളുത്തൂപ്പുഴയിലേക്ക് തിരിച്ചു പോകാൻ തയ്യാറാവുമ്പോൾ ബാലചന്ദ്രനും കുട്ടികൾക്കും സങ്കടമാവുകയും അവർ എതിർക്കുകയും ചെയ്യുന്നു. ഇത്രയുമാണ് കഴിഞ്ഞ കഥയിൽ നമ്മൾ കേട്ടത്. അടുത്ത കഥയിലേക്ക് പോകുന്നതിന് മുൻപായി ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കരുത്. ഔതക്കുട്ടിച്ചായനും ചിന്നുമോളും സിറ്റൗട്ടിലിരുന്ന് സ്നേക്ക് ആൻഡ് ലാഡർ കളിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് നായ്ക്കൂടുകളിലെല്ലാം പൊടുന്നനെ വലിയ ബഹളം തുടങ്ങിയത്. ഔതക്കുട്ടിച്ചായൻ തല തിരിച്ചു നോക്കി, ചെവി വട്ടം പിടിച്ചു. അവൾ വരുന്നുണ്ട്, അതിന്റെയാ, അയാൾ തന്നെത്താൻ പറഞ്ഞു. ലീനാന്റിയാണോ വല്യപ്പച്ച? ചിന്നുമോൾ കൺമീഴ്ചി ചോദിച്ചു. അപ്പോഴേക്കും കാർ ചെറിയ കയറ്റം കയറി വരുന്നതായി കാണാനായി. നായ്ക്കളുടെ കുരയും ബഹളവും കേട്ട് ആൻ്റപ്പൻ സിറ്റൗട്ടിലേക്ക് ഇറങ്ങി നോക്കി. അലീന കാർ നിർത്തി ഡോർ തുറന്നതേയുള്ളൂ. ചിന്നുമോൾ സിറ്റൗട്ടിൽ നിന്ന് ചാടി ഇറങ്ങി ഓടിച്ചെല്ലുന്നത് അയാൾ കണ്ടു. ആരോ ദേഹത്ത് വന്നിടിച്ചപ്പോൾ ആൻ്റപ്പൻ ഞെട്ടിപ്പോയി. അത് ടെൽസിയായിരുന്നു. ഓട്ടത്തിനിടയിൽ തന്നെ അവൾ തിരിഞ്ഞു നോക്കി സോറി പറഞ്ഞു. അലീന കാറിൽ നിന്നിറങ്ങി നാലുപാടും നോക്കി. നായ്ക്കളുടെ നേർക്ക് കൈവീശി കാട്ടി. ലീനാൻഡി എന്ന് വിളിച്ച് പാഞ്ഞെത്തിയ ചിന്നുമോളെ അവൾ വാരിയെടുത്ത് ആകാശത്തേക്ക് ഉയർത്തി ഒന്ന് വട്ടം ചുറ്റി. അവളെ തോളത്ത് പതിപ്പിച്ച് ഇടതു കൈകൊണ്ട് അമർത്തിപ്പിടിച്ച് വലങ്കൈ നീട്ടി ഓടിയണഞ്ഞ ടെലസിയെ ആലിംഗനം ചെയ്ത് പതിയെ നിലത്ത് നിന്ന് ഉയർത്താൻ ശ്രമിച്ചു. നിന്നെ എനിക്ക് എടുക്കാൻ വയ്യല്ലോടി. അലീന അവളുടെ നെറുകയിൽ ഉമ്മ കൊടുത്തു. ടെലസ പിടിവിടാതെ മുറുകെ അവളുടെ മേൽ കൈ ചുറ്റി അങ്ങനെ തന്നെ നിന്നു. സ്റ്റാൻലിയുടെ സന്തത സഹചാരികളായ കൂറ്റൻ നായ്ക്കൾ അവളുടെ ചുറ്റും നടന്ന് കിതയ്ക്കുകയും പൂച്ചക്കുട്ടികളെ പോലെ അവളുടെ കാലിൽ തല ഉരുമുകയും ചെയ്തു. അലീന ഓരോ തലോടൽ കൊണ്ട് അവരുടെ സ്നേഹവായ്പും അംഗീകരിച്ചു. ടാനിയ ശാന്തമായ പുഞ്ചിരിയോടെ സിറ്റൗട്ടിലെ തൂണിച്ചാരി നോക്കി നിൽപ്പുണ്ടായിരുന്നു. അലീന അവളുടെ അടുത്തേക്ക് ചെന്ന് രണ്ടു കൈയും വിടർത്തി അവളെ കെട്ടിപ്പിടിച്ചു. നീ എന്താ മാറി നിന്നത്? എല്ലാവരും തിരക്ക് കഴിയട്ടെ എന്ന് വെച്ചു. പരിഭവവും പിണക്കവും ഒന്നുമില്ലല്ലോ? ഉണ്ട്. എന്തിന്? പെട്ടെന്ന് തിരിച്ചു വരാന്ന് പറഞ്ഞിട്ട് പോയതല്ലേ ചേച്ചി ഇവിടുന്ന്? ഇപ്പം ഞാൻ വന്നില്ലടി. അലീന തന്റെ നെറ്റി ടാനിയുടെ നെറ്റിമേൽ പതിയെ ഇടിച്ചു. അവിടെ എന്തുമാത്രം കുസ്തി പിടിച്ചിട്ടാ ഇങ്ങോട്ട് വന്നതെന്നറിയുമോ നിനക്ക്? ഔതക്കുട്ടിച്ചായൻ അല്പം ഗൗരവത്തിലായിരുന്നു. കളിച്ചുകൊണ്ടിരുന്ന സ്നേക്ക് ആൻഡ് ലാഡർ ടീപ്പോമേൽ കിടപ്പുണ്ട്. അലീന കസേരയ്ക്ക് പിന്നിൽ ചെന്ന് നിന്ന് ഔതക്കുട്ടിച്ചായന്റെ നരച്ച തലയിൽ രണ്ടു കൈയും വെച്ചു. വല്യപ്പച്ചൻ ഇന്ന് ആരോടാ വഴക്കു കൂടിയത്? കേണലിനോടാണോ അതോ ആൻ്റപ്പൻ ചേട്ടനോടാണോ? നീ മുൻപിലോട്ട് വാടി. നീ എന്തിനാ എന്റെ പുറകിൽ പോയി നിൽക്കുന്നേ? നിന്നോട് എനിക്ക് രണ്ടു വർത്തമാനം പറയാനുണ്ട്. അതെനിക്ക് അറിയാമല്ലോ ഔതക്കുട്ടി, അതുകൊണ്ടല്ലേ ഞാൻ പുറകിൽ തന്നെ വന്ന് നിൽക്കുന്നേ. വല്യപ്പച്ചന് പറയാനുള്ളതെല്ലാം പറഞ്ഞു കഴിഞ്ഞിട്ടേ ഞാൻ മുൻപിലോട്ട് വരുന്നുള്ളൂ. അലീന കുസൃതി ചിരിയോടെ പറഞ്ഞു. ഔതക്കുട്ടിച്ചായൻ അവളുടെ കൈക്ക് പിടിച്ച് നേരെ മുൻപിലേക്ക് കൊണ്ടുവന്നു. അലീന ഏത്തമിടാൻ പാകത്തിൽ രണ്ടു കൈയും ചെവിയിൽ പിടിച്ച് കുനിഞ്ഞു നിന്നു. എത്രയെണ്ണം വേണം? അവൾ ചോദിച്ചു. എടി, ലാളിച്ചം മാത്രം താമസിച്ചോണ്ടിരുന്ന വീടാ ഇത്, അതറിയോ നിനക്ക്? അറിയാലോ. ഇപ്പം എത്ര പേരുണ്ട് ഇവിടെ? 6-7 പേരുണ്ടാവും. ആരാ അവരൊക്കെ വിളിച്ചോണ്ട് വന്നേ? ഞാൻ. അവരെ കൊണ്ടുവന്ന് ഇവിടെ ഇട്ടിട്ട് നീ ഇങ്ങനെ ഇറങ്ങിപ്പോയാ മതിയോ? ബാക്കി കാര്യങ്ങൾ നോക്കണ്ടേ? ഓഹോ, അത്രേ ഉള്ളോ പ്രശ്നം? ഞാൻ കരുതി വല്യപ്പച്ചന് ആരും കൂട്ടില്ലാതെ വിഷമിച്ചു പോയി കാണുമെന്ന്. ഞാൻ പോയി പപ്പായെ ഒന്ന് കണ്ടിട്ട് വരാം. എന്നിട്ട് നമുക്ക് വിശദമായിട്ട് ഈ വിഷയം ചർച്ച ചെയ്യാം. എന്താ, പോരെ? അലീന നിവർന്നു. അവൾ സ്റ്റാൻലിയുടെ മുറിയിലേക്ക് നീങ്ങി. സ്റ്റാൻലി കെട്ടുപോയ ചുരുട്ടും കടിച്ചു പിടിച്ച് തുറന്നിട്ട ജനാലയ്ക്കടുത്ത് നിൽപ്പുണ്ടായിരുന്നു. പപ്പായേ. വാതിൽ കടന്ന ശേഷം അവൾ ആനന്ദത്തിമിർപ്പോടെ വിളിച്ചു. സ്റ്റാൻലി മുഖം ചിരിച്ച് ഒന്ന് നോക്കി. താൻ കണ്ടു എന്ന അർത്ഥത്തിൽ അയാൾ പതിയെ തല കുലുക്കി. അലീന അടുത്തേക്ക് ചെന്നു. സ്റ്റാൻലി ഒന്നും സംസാരിച്ചില്ല. അലീന പപ്പയുടെ പുറത്തുകൂടി ഇടതു കൈ ചുറ്റി തോളത്ത് മുഖം ചേർത്ത് വലതു കൈയാൽ അയാളുടെ കൈത്തലം തെരിപ്പിടിപ്പിച്ചുകൊണ്ട് നിന്നു. നിമിഷങ്ങൾ കടന്നുപോയിക്കൊണ്ടിരുന്നു. ഒരു സംഭാഷണവും ഉണ്ടായില്ല. ജനലിനപ്പുറത്ത് പ്രാവുകൾ ചിറകടിക്കുന്ന ഒച്ചയും അവയുടെ കുറുകലും കേൾക്കാമായിരുന്നു. ഒടുവിൽ സ്റ്റാൻലി കൈ ഉയർത്തി അവളുടെ ശിരസിൽ തലോടി. ഇനി നിനക്ക് അങ്ങോട്ട് പോകണ്ടല്ലോ? അവിടുത്തെ ഇടപാടുകളെല്ലാം തീർത്തിട്ടല്ലേ പോന്നത്? സ്റ്റാൻലി ചോദിച്ചു. അലീന ഒന്നും മിണ്ടാതെ അല്പസമയം നിന്നു. പിന്നെ പറഞ്ഞു. അമ്മ പപ്പയെ കാണാൻ വന്ന ശേഷം ഇതുവരെ തിരിച്ചെത്തിയിട്ടില്ല. തിരുവനന്തപുരത്തെ ഒരാശ്രമത്തിലുണ്ട്. പിന്നെ കടപ്പാട്ടൂരെ വീട്ടിൽ അച്ഛനും മക്കളും ഒന്നിച്ചായി. കൊല്ലപ്പള്ളിയിലെ വീട്ടിലേക്ക്
എന്നെ ക്ഷണിച്ചിട്ടുണ്ടായിരുന്നു. പോയി. എല്ലാവരെയും കണ്ടു. അവരുടെ കൂടെ തിരുവനന്തപുരത്തിനും പോയി. അമ്മയെ തിരിച്ചു വിളിക്കാൻ. പപ്പയ്ക്ക് ഇതൊന്നും കേൾക്കുന്നത് ഇഷ്ടമല്ലെന്ന് അറിയാവുന്നത് കൊണ്ടാ ഫോൺ വിളിച്ചപ്പോൾ പറയാതിരുന്നത്. ഇനി അമ്മയും കൂടി തിരിച്ചു വന്നാൽ അവിടെ ഒരു സമാധാനമായി. നിന്റെ ജോലി കഴിഞ്ഞോ എന്നറിഞ്ഞാൽ മതി. വേറൊന്നും എനിക്ക് കേൾക്കണ്ട. അമ്മയെ കാണുമെന്നുണ്ടായിരുന്നു. സാധിച്ചില്ല. നീ ഊണ് കഴിച്ചോ ഇല്ലയോ? സ്റ്റാൻലി വിഷയം മാറ്റി. ഇല്ല. തനിയെ കാറോടിച്ചു വരേണ്ട ഒരാവശ്യവും ഇല്ലായിരുന്നു നിനക്ക്. യാത്രക്കിടയിൽ എന്തെങ്കിലും സംഭവിച്ചാലോ? ഒരു ആക്സിഡന്റ്, അല്ലെങ്കിൽ ഒരു ടയർ പഞ്ചറായി, എന്തു ചെയ്യും നീ തനിയെ? അത് പപ്പയ്ക്ക് അറിയാഞ്ഞിട്ടാ. പകൽ യാത്രക്കിടയിൽ സ്ത്രീക്ക് ഒരു അപകടം പറ്റിയാൽ സന്മനസ്സുള്ള ആളുകൾ ഓടിക്കൂടി എന്ത് സഹായവും ചെയ്യും. അതേസമയം പപ്പയുടെ ടയർ പഞ്ചറായാൽ മെക്കാനിക്കിനെ വിളിക്കുകയേ രക്ഷയുള്ളൂ. അലീന ചിരിയോടെ പറഞ്ഞു. ശരി, നീ പോയി ചോറിണ്ടിട്ടു വാ, സ്റ്റാൻലി നിർദ്ദേശിച്ചു. അലീന മുറിവിട്ടിറങ്ങി. അവൾ എൽസമ്മയുടെ റൂമിലേക്കാണ് പിന്നെ പോയത്. എൽസമ്മ ഒരു കട്ടിലിൽ ഒരു വശത്തേക്ക് ചരിഞ്ഞു കിടക്കുകയായിരുന്നു. ആന്റി എന്ന വിളിയച്ചത് കേട്ടതും അവൾ പെട്ടെന്ന് പിടഞ്ഞെഴുന്നേൽക്കാൻ ഒരു ശ്രമം നടത്തി. അത് വേണ്ടത്ര ഫലിച്ചില്ല. കൈമുട്ടൂന്നി പാതി ഉയർന്ന നിലയിൽ നിന്ന് മുന്നോട്ട് ബാലൻസ് കിട്ടിയില്ല. എന്നെ കണ്ടപ്പം എന്താ ഒരു കള്ളത്തരം? അലീന ചിരിച്ചുകൊണ്ട് ചോദിച്ചു. ഒപ്പം എൽസമ്മയെ താങ്ങിപ്പിടിച്ച് എഴുന്നേൽപ്പിച്ചിരുത്തുകയും തന്റെ നെഞ്ചോട് ചേർത്ത് പിടിച്ച് പുറത്ത് തലോടുകയും ചെയ്തു. എൽസമ്മ ഒരു കുട്ടിയുടെ അനുസരണയോടെ അനങ്ങാതിരുന്നു. കനം കുറഞ്ഞു പോയല്ലോ, ഭക്ഷണമൊന്നും ശരിക്ക് കഴിക്കുന്നില്ലേ? അലീന ചോദിച്ചു. ഉവെന്ന് എൽസമ്മ തലയാട്ടി. എണീറ്റ് നടക്കാറില്ലെന്നും എപ്പോഴും കിടപ്പാണെന്നും പുറത്തോട്ടിറങ്ങാൻ മടിയാണെന്നും ഒക്കെ ഞാൻ അറിഞ്ഞു. കുറച്ചൊക്കെ നടന്നു. ചിലപ്പം മടി വരും. ടാനി എപ്പോഴും ഉള്ളതീന്ന് കൂട്ടിപ്പറയും. ഞാൻ ഇപ്പൊ തന്നെ കണ്ടുപിടിക്കാമല്ലോ ആര് പറയുന്നതാണ് കള്ളത്തരമെന്ന്. അലീന എൽസമ്മയെ പിടിച്ചു കിടത്തി. അവരുടെ കൈകളിലൂടെയും കാലുകളിലൂടെയും അമർത്തി കൈയൊടിച്ചു. എന്നിട്ട് പറഞ്ഞു, പോരാ, ഞാൻ പോകുമ്പം ഇതിനേക്കാൾ ഭേദമായിരുന്നു. 2 ആഴ്ച കൊണ്ട് നല്ല മാറ്റം ഉണ്ടാകേണ്ടതാ. ഒന്നും സംഭവിച്ചിട്ടില്ല. ഫിസിയോതെറാപ്പിയുടെ കുറെ എക്സസൈസ് ഒക്കെ പറഞ്ഞിരുന്നതല്ലേ, ഒന്നും ചെയ്തിട്ടില്ല. എൽസമ്മ മിണ്ടാതെ കിടന്നു. എണീക്ക്, നടന്നു, വീടിന് ചുറ്റും ഇപ്പൊ തന്നെ. ഗത്യന്തരമില്ലാതെ എൽസമ്മ എഴുന്നേറ്റു. അലീനയോടൊപ്പം മുറിയിൽ നിന്നും ഇറങ്ങി നടന്നു. അത് കണ്ട ടാനിയ പറഞ്ഞു, കണ്ടോ, ഇപ്പം എണീക്കാറായി. ഞാൻ കയ്യെ പിടിച്ചു വലിച്ചാലും അനങ്ങാപ്പറ പോലെ കിടക്കുമായിരുന്നു. നീ കൂട്ടിക്കൊണ്ട് പോയിക്കോ പുറത്തോട്ട്. റാണി ആന്റിയും ടോജയും കണ്ടില്ലല്ലോ ടാനിയ? അവര് ബൈജു ചേട്ടനെയും കൂട്ടി പുനലൂർക്ക് പോയതാ. റാണി ആന്റിക്ക് അവിടുന്ന് എന്തോ എടുക്കാനുണ്ടെന്ന് പറഞ്ഞു. ഇന്ന് വരില്ലേ? വരും. അതിലെ ചിന്നുമോളെ കൊണ്ടുപോകാതിരുന്നത്. രാവിലെ പോയതാ. ഊണ് കഴിക്കാനിരുന്നപ്പോൾ ഔതക്കുട്ടിച്ചായനും ചെന്നു. അലീന കൊട്ടാരമറ്റം കുടുംബത്തിന്റെ ഇതര ശാഖകളിലെ വിശേഷങ്ങൾ തിരക്കി. ഷെറിനും ടോജോയും തിരിച്ചെത്തിയപ്പോൾ 4 മണിയായി. ഷെറിൻ സന്തോഷവതിയാണെന്ന് അവളുടെ മുഖത്തേക്ക് നോക്കിയപ്പോഴേ അലീനയ്ക്ക് ബോധ്യപ്പെട്ടു. ചിന്നുമോൾ അലീന കൊണ്ടുവന്നു കൊടുത്ത ചോക്ലേറ്റുകളും ഫ്രോക്കും എടുത്തുകൊണ്ടുവന്ന് പൊക്കിപ്പിടിച്ച് ഷെറിനെ കാണിച്ചു. ഇത് കണ്ടോ അമ്മി, ഇങ്ങോട്ട് നോക്ക്, ലീലാൻഡി മേടിച്ചെന്നതാ. ഷെറിൻ ഫ്രോക്ക് വാങ്ങി നോക്കിയിട്ട് പറഞ്ഞു, ഇത് ഒത്തിരി നല്ലതാണല്ലോ. എന്റെയാ, ലീലാൻഡി മേടിച്ചെന്നതാ. മോളത് കൊണ്ടുപോയി സൂക്ഷിച്ചു വെച്ചോ. ചിന്നുമോൾ അതുമായി ഓടിപ്പോയി. ടോണിച്ചായന്റെ വിശേഷം പറ റാണി ആന്റി. ഫോൺ വിളിയും ക്ഷേമാന്വേഷണവും ഒക്കെ ഉണ്ടോ? ഇന്നലെ വിളിച്ചിട്ടുണ്ടായിരുന്നു. മാർച്ചിൽ വരുന്നുണ്ടെന്ന് പറഞ്ഞു. കൊണ്ടുപോകുമോ അങ്ങോട്ട്? അവധിക്ക് വരുന്നതല്ല, ഒരു ചാൻസ് കിട്ടിയപ്പം പെട്ടെന്നൊന്ന് വന്നിട്ട് പോകുക 3 ദിവസം. എന്നാലും കാണാലോ. ശനിയാഴ്ച പപ്പയും മമ്മിയും എറണാകുളത്തുനിന്ന് ഇങ്ങോട്ട് വരുന്നുണ്ട്, ഷെറിൻ പറഞ്ഞു. രേവതിക്കുട്ടിയും വരും. എന്നിട്ട് അക്കാര്യം അവൾ എന്നോട് ഇതുവരെ പറഞ്ഞില്ലല്ലോ. അലീന ആശ്ചര്യപ്പെട്ടു. അവളെ ഈയിടെ വിളിച്ചായിരുന്നോ? 2-3 ദിവസം മുൻപാ. അവൾ പരാതി വല്ലതും പറഞ്ഞോ? പരാതി പറഞ്ഞില്ല. ഇങ്ങോട്ട് വിളിക്കാറുണ്ടോ, എന്താ വരാത്തത് എന്നെല്ലാം ചോദിച്ചു. അവളെ കണ്ടിട്ടും കുറെ നാളായി. ശനിയാഴ്ച വരുമ്പോ കാണാലോ അല്ലേ? എന്താ മാമച്ചനങ്കളും ആന്റിയും വരുന്നതിന്റെ ഉദ്ദേശം? അത് പിന്നെ ഞങ്ങളിവിടെ വന്നിട്ട് കുറെ ദിവസമായില്ലേ. ഇനി എന്നെയും മോളെയും അങ്ങോട്ട് കൊണ്ടുപോവുകയാ. മോളിപ്പം എന്റെ അല്ലല്ലോ, അവരുടെയല്ലേ. ഷെറിൻ ചിരിച്ചു. സംതൃപ്തമായ ആ ചിരിയിലേക്ക് അലീന ഏതാനും നിമിഷം നോക്കിയിരുന്നു. പുനലൂരെ തറവാട്ടിൽ ഒരു മുറിയിൽ അടച്ചിട്ടിരുന്ന ആ ഭ്രാന്തിപ്പെണ്ണ് തന്നെയാണോ ഇത്? അവളുടെ മിഴികളിൽ ഇപ്പോൾ കാത്തിരിപ്പിന്റെയും പ്രതീക്ഷയുടെയും ആഗ്രഹങ്ങളുടെയും സ്നേഹത്തിന്റെയും സന്തോഷത്തിന്റെയും നക്ഷത്രങ്ങൾ ഒളിമിന്നുന്നു. ടോജോയോടും അലീന ഇത്തിരി വർത്തമാനം പറഞ്ഞു. വൈകുന്നേരം അവനെയും ടെൽസിയെയും കൂട്ടി തോട്ടത്തിൽ പോയി. എൽസമ്മയെയും ടെൽസിയെയും സൈക്യാട്രിസ്റ്റിന്റെ അടുത്തേക്ക് കൊണ്ടുപോകുന്നതിനെ പറ്റി സംസാരിക്കാൻ ചെന്നതായിരുന്നു അലീന. സ്റ്റാൻലി തന്റെ പതിവ് കോട്ട കഴിച്ചു തുടങ്ങിയിരുന്നു. ചിന്നുമോളുമുണ്ട് അരികിൽ. പപ്പ,
ആ ഡോക്ടറെ വിളിച്ച് അപ്പോയിന്റ്മെന്റ് ഫിക്സ് ചെയ്യണം കേട്ടോ. നിനക്കറിഞ്ഞുകൂടെ നമ്പർ? അറിയാം. പപ്പ വിളിക്കുന്നതല്ലേ നല്ലത്. ശരി, നാളെ ആകട്ടെ, വിളിക്കാം. എന്താ അയാളുടെ പേര്? ഡോക്ടർ ജോർജ് പുന്നൂസ്. നീ ഇതൊക്കെ എങ്ങനെ ഓർത്തിരിക്കുന്നു? പപ്പ ഇങ്ങനെ കള്ളു കുടിച്ചിട്ടാ മറവി. ഞാൻ പാലായ്ക്ക് പോയ ശേഷം അളവൊക്കെ തെറ്റിച്ച് കാണും അല്ലേ? ഏയ് ഇല്ല. ഒരു തുള്ളി കൂടി പോയാൽ അപ്പൊ ഇവളെന്റെ കയ്യിൽ കയറി പിടിക്കും. ഇവളെ ബാറിൽ നിർത്താൻ കൊള്ളാം. സ്റ്റാൻലി ചിരിച്ചു. ലീനാൻറ്റി, ഈ അങ്കിൾ എന്നെ പറ്റിക്കാൻ നോക്കും, അതുകൊണ്ടാ, ചിന്നമോൾ പറഞ്ഞു. പപ്പ നല്ല മൂഡിലാണെന്ന് കണ്ട് അലീന നേരെ മുന്നിലെ കസേരയിൽ ചെന്നിരുന്നു. കാർപ്പറ്റിൽ കിടന്ന അൽസേഷൻ അവളുടെ കാൽപാദത്തിലേക്ക് തല നീട്ടിവെച്ചു. പപ്പയുടെ മുന്നിൽ എനിക്കൊരു അപേക്ഷ വയ്ക്കാനുണ്ട്. പപ്പ ദേഷ്യപ്പെടല്ലേ, ഇത്തിരി കടന്ന ഒരു അപേക്ഷയാ, അതുകൊണ്ടാ മുൻകൂർ ജാമ്യം ചോദിക്കുന്നേ. മനസ്സിലായി, നീ കാര്യം പറ. ബ്രീത്ത മമ്മി നടത്തിക്കൊണ്ടിരുന്ന ഒരു ഓർഫനേജ് ഉണ്ടായിരുന്നു കഴക്കൂട്ടത്ത്, സ്നേഹനികേതനം. ഇപ്പം ആ സ്ഥലം കാടും പടലും പിടിച്ച് കിടക്കുക. പപ്പ എനിക്ക് ആ സ്ഥലം വാങ്ങിച്ചു തരുവോ? സ്റ്റാൻലിയുടെ ഭാവപകർച്ച പെട്ടെന്നായിരുന്നു. എന്തിന്? പപ്പ, എന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ ആഗ്രഹമാ സ്നേഹനികേതനം വീണ്ടും തുടങ്ങണമെന്ന്. ഇനി നീ അങ്ങോട്ട് തിരിച്ചു പോകാനോ? സ്റ്റാൻലി പൊട്ടിത്തെറിച്ചു. നിനക്കെന്താ, ഭ്രാന്തുണ്ടോ? ഒച്ചയെടുക്കില്ലേ പപ്പ, പ്ലീസ്, ദേഷ്യപ്പെടല്ലേ. അലീന കേണു. സ്റ്റാൻലി ഗ്ലാസ് ടീപ്പോമിൽ വെച്ചിട്ട് എഴുന്നേറ്റു. നിന്റെ കല്യാണം ഈ വർഷം തന്നെ നടത്താൻ തീരുമാനിച്ചു വെച്ചിരിക്കുകയാണ് ഞാൻ. അലഞ്ഞു നടക്കുന്നെല്ലാം ഇനി നിർത്തിയേക്ക്. ഓർഫനേജ് തുടങ്ങാൻ പോണത്രേ. സ്റ്റാൻലിയുടെ ക്ഷോഭം കണ്ട് പേടിച്ച് ചിന്നുമോൾ എഴുന്നേറ്റ് വന്ന് അലീനയോട് ചേർന്ന് നിന്നു. ടാനിയയും ടെൽസയും ടോജോയും ഡോക്ടറുടെ ക്യാബിനിലേക്ക് കയറിയതുപോലെ തന്നെ ഒരുമിച്ചാണ് ഇറങ്ങി വന്നതും. ടെൽസ വായി പൊത്തി ചിരിക്കുന്നുണ്ടായിരുന്നു. ടാനിയയുടെ മുഖത്തും ഒരു പുഞ്ചിരി തങ്ങി നിന്നു. ടോജോയുടെ മുഖത്ത് അല്പം നാണക്കേടുള്ളതുപോലെ തോന്നിച്ചു. അടുത്ത ഊഴം എൽസമ്മയുടേതായിരുന്നു. അലീന എൽസമ്മയെ ഡോക്ടർ ജോർജ് പുന്നൂസിന്റെ ക്യാബിനിൽ എത്തിച്ച ശേഷം തിരിച്ചിറങ്ങിപ്പോന്നു. ടാനിയയും ടെൽസയും ഡോക്ടറുടെ വീട്ടുമുറ്റത്തെ ചെറിയ പൂന്തോട്ടത്തിലെ ചെടികൾ നോക്കിക്കൊണ്ട് നടന്നു. കുളത്തൂപ്പുഴയിലെ വീട്ടിലില്ലാത്ത പൂച്ചെടികൾ ഏതൊക്കെയെന്ന് അവർ കണ്ടുപിടിച്ചു. അലീനയും അവരോടൊപ്പം ഇറങ്ങിച്ചെന്നു. ഡോക്ടറോട് ചോദിച്ച ഇതിൻ്റെയൊക്കെ തയ്യോ തണ്ടോ തരുവോ ചേച്ചി? ടാനിയ ചോദിച്ചു. നമുക്ക് ചോദിച്ചു നോക്കാം. ഞാൻ ചോദിക്കാം. ടെൽസ അപ്പോൾ തന്നെ ഡോക്ടറുടെ അടുത്തേക്ക് പോകാനാഞ്ഞു. അലീന അവളെ പിടിച്ചു നിർത്തി. ഇപ്പോഴല്ല മോളെ, ഇപ്പം മമ്മിയോട് സംസാരിച്ചുകൊണ്ടിരിക്കുവല്ലേ ഡോക്ടർ? ശരിയാണല്ലോ. മോളോട് ഡോക്ടർ എന്താ പറഞ്ഞേ? എനിക്കൊരു കുഴപ്പവുമില്ല, മിടുക്കിയാണെന്ന് പറഞ്ഞു. ടെൽസ സന്തോഷത്തോടെ അത് ഒന്നും കൂടി ആവർത്തിച്ചു. ചേച്ചിയോടാ ഒത്തിരിയും പറഞ്ഞത്. അലീന ടാനിയെ നോക്കി. എല്ലാവരോടും കൂടിയാ ചേച്ചി സംസാരിച്ചത്. ഞാൻ മൂത്തവളായതുകൊണ്ട് എന്നെയാ പലതും പറഞ്ഞേൽപ്പിച്ചത്. ഇവള് പറയുന്നത് കേട്ടാ തോന്നും ഡോക്ടർ എന്നെ വഴക്കു പറഞ്ഞെന്ന്. വഴക്കു പറഞ്ഞില്ലേ? ഇല്ലേ? ടെൽസ ടാനിയുടെ നേർക്ക് വിരൽ ചൂണ്ടി. ശരി, സമ്മതിച്ചു. നിനക്ക് സന്തോഷമായല്ലോ. മുൻപാണെങ്കിൽ ടാനിയ പോടി പൊട്ടി എന്ന് വിളിക്കേണ്ടതാണ്. ആ മാറ്റം അലീന ശ്രദ്ധിച്ചു. ഇവരെ രണ്ടുപേരെയും നല്ലപോലെ കെയർ ചെയ്യണമെന്ന് പറഞ്ഞു ചേച്ചി. അതാ ഇവള് പറഞ്ഞത് വഴക്കാണെന്ന്. ടാനിയ പറഞ്ഞു. സ്റ്റാൻലി മാസികകൾ മറിച്ചുകൊണ്ട് ഡ്രോയിങ് റൂമിൽ തന്നെ ഇരിക്കുകയായിരുന്നു. എൽസമ്മ തിരിച്ചു വരാൻ 2 മണിക്കൂറിലധികം എടുത്തു. അവരോടൊപ്പം ഡോക്ടർ ജോർജ് പുന്നൂസും പുറത്തേക്ക് വന്നു. പൊതുവായ ചില നിസാര വിഷയങ്ങളെപ്പറ്റി സംസാരിച്ചുകൊണ്ട് ഡോക്ടർ ഡ്രോയിങ് റൂമിൽ ഇരുന്നു. കുറെ കഴിഞ്ഞ് അലീനയും സ്റ്റാൻലിയും അകത്തേക്ക് കൂട്ടിക്കൊണ്ടുപോയി. സ്റ്റാൻലിയോട് ഡോക്ടർ പറഞ്ഞു. മിസ്റ്റർ സ്റ്റാൻലി, ഞാൻ നിങ്ങളുടെ ഭാര്യയുമായി ദീർഘനേരം സംസാരിച്ചു. അവർക്ക് ചില പ്രശ്നങ്ങളുണ്ട്. നമുക്കത് നിസാരമെന്ന് തോന്നുമെങ്കിലും അവരെ സംബന്ധിച്ചിടത്തോളം ആ പ്രശ്നങ്ങളെല്ലാം വളരെ വലുതും ഗൗരവമുള്ളതുമാണ്. ഒരു ഭൂതക്കണ്ണാടിയിൽ കൂടിയാണ് അവർ കാര്യങ്ങൾ കാണുന്നതെന്ന് കരുതിയാൽ മതി. ഭൂതക്കണ്ണാടിയിൽ കൂടി നോക്കുമ്പോൾ എന്ത് സംഭവിക്കുന്നു? വളരെ കുറച്ച് സ്ഥലം മാത്രമേ കാഴ്ചയിൽ പെടുന്നുള്ളൂ. അതിനാൽ വളരെ കുറച്ച് സ്ഥലം മാത്രമേ കാണുന്നുള്ളൂ. കാണുന്നത് യഥാർത്ഥത്തിൽ ഉള്ളതിനേക്കാൾ അനേകമിരട്ടി വലിപ്പത്തിലും. മനസ്സിലായോ എന്ന അർത്ഥത്തിൽ ഡോക്ടർ ജോർജ് പുന്നൂസ് സ്റ്റാൻലിയെയും അലീനയും നോക്കി. ഇരിക്ക്, അയാൾ കസേരകൾ കാട്ടിക്കൊണ്ട് പറഞ്ഞു. അലീനയും സ്റ്റാൻലിയും ഇരുന്നു. നിങ്ങൾ അവളെ ഒന്ന് തറപ്പിച്ച് നോക്കിയെന്നിരിക്കട്ടെ, ഡോക്ടർ വിശദീകരിച്ചു. അതുപോലും അവൾക്ക് വിട്ടുകളയാൻ പറ്റില്ല. ആ നോട്ടം അവളിൽ ഒരു മുറിവേൽപ്പിക്കുന്നു. എന്തുകൊണ്ടാണ് അങ്ങനെ നോക്കിയത്? സ്നേഹമില്ലാത്ത നോട്ടിലെ അത് കുറ്റപ്പെടുത്തിയതല്ലേ? അതിൽ വെറുപ്പുണ്ടായിരുന്നില്ലേ? അങ്ങനെ നോക്കാൻ എന്തധികാരം? അവൾ മറ്റൊരാളോട് പരാതി പറയുന്നു. സ്റ്റാൻലിയുടെ ചിലപ്പോഴത്തെ നോട്ടം കണ്ടാൽ പേടിയാകും. എന്നോടെന്തോ ഭയങ്കര വൈരാഗ്യമുള്ളതുപോലെ. ഞാൻ എന്തു ചെയ്തു? ഞാൻ ആർക്കു വേണ്ടിയാണ് ഇതുവരെ ജീവിക്കുന്നത്? സ്റ്റാൻലി ഭയങ്കരമായ ഒരു വിരോധം
മനസ്സിൽ സൂക്ഷിക്കുന്നുണ്ട്. അങ്ങനെ ഒരാളെ എങ്ങനെ സ്നേഹിക്കും? എങ്ങനെ ആ കൂടെ ജീവിക്കും? അവളുടെ ചിന്തകൾ കാട് കയറി പോവുകയാണ്. നിങ്ങളെ അവൾ സംശയപ്പട്ടികയിൽ ചേർത്ത് കഴിഞ്ഞു. ഇനി അവളുടെ കാഴ്ചയിൽ നിങ്ങളുടെ ഓരോ പ്രവൃത്തിയിലും അർത്ഥമുണ്ട്. അർത്ഥമെല്ലാം അവൾ തനിയെ കണ്ടെത്തും. നിങ്ങൾ പൂന്തോട്ടത്തിലിറങ്ങി ഒരു പൂ ഇറുത്തെടുത്ത് വാസനിച്ചാൽ കൂടി അവൾക്ക് സംശയമായി. മുൻപ് ഇങ്ങനെ ചെയ്തിട്ടില്ലല്ലോ. ഇങ്ങനെ നമ്മൾ വിട്ടുകളയേണ്ട അനേകം ചെറിയ ചെറിയ സംഗതികൾക്ക് വലിയ അർത്ഥം നൽകി അവൾ വലുതാക്കി വെച്ചിരിക്കുകയാണ്. അതെല്ലാം വലിയ വലിയ പരാതികളും സങ്കടങ്ങളുമാണ്. ഓർത്ത് കരഞ്ഞാലും കരഞ്ഞാലും തീരുന്നില്ല. രോഷവും വേദനയും അടങ്ങുന്നില്ല. അലീന തലയാട്ടി ശ്രദ്ധയോടെ കേട്ടുകൊണ്ടിരുന്നു. എൽസമ്മയ്ക്കൊരിക്കലും ഭർത്താവിൽ നിന്ന് നീതി കിട്ടിയിട്ടില്ല എന്നാണ് പറയുന്നത്. അതിന് കോടതിയിൽ പോകേണ്ടി വരും. സ്റ്റാൻലിയുടെ സ്വരത്തിൽ ശുണ്ഠി കളർന്നു. സ്റ്റാൻലിയെ ദേഷ്യം പിടിപ്പിക്കാൻ വേണ്ടി പറഞ്ഞതല്ല. എനിക്ക് കാര്യം മനസ്സിലായി. അവൾ നീതി എന്ന് ഉദ്ദേശിക്കുന്നത് അവളുടെ ഇച്ഛ നടപ്പാക്കുന്നില്ല എന്നത് മാത്രമാണ്. അവൾ ആഗ്രഹിക്കുന്നത് പോലെ നിങ്ങൾ പെരുമാറണം. അവളെ അനുസരിക്കണം. അവളെ ഒരിക്കലും കുറ്റപ്പെടുത്തരുത്. ഇന്നലെ സ്നേഹിച്ചതിനേക്കാൾ കൂടുതലായി ഇന്ന് സ്നേഹിക്കണം. ഇന്ന് കെയർ ചെയ്യുന്നതിനേക്കാൾ കൂടുതലായിരിക്കണം നാളെ. നിങ്ങൾ അവളോട് ദേഷ്യപ്പെടാൻ പാടില്ല. അവളുടെ ഇച്ഛ നടപ്പാക്കുന്നതിനെ നിങ്ങൾ എതിർക്കാൻ പാടില്ല. എന്നാൽ നിങ്ങളുടെ ഇച്ഛ നടപ്പാക്കുന്നതിനെ അവൾ എതിർത്തെന്നിരിക്കും. എങ്ങനെയോ അവൾക്ക് അതിനുള്ള അവകാശം കിട്ടിയിട്ടുണ്ട്. അവൾ ചെയ്യുന്നതെല്ലാം ശരിയായ കാര്യങ്ങളാണ്. പക്ഷെ മറ്റുള്ളവർ തെറ്റായ കാര്യങ്ങൾ ചെയ്യുന്നു. മറ്റുള്ളവരുടെ തെറ്റുകൾ കൊണ്ടാണ് അവളുടെ ജീവിതം ഇങ്ങനെ ക്ലേശകരമായി തീരുന്നത്. അവളെ വിമർശിക്കുന്നവരെല്ലാം അവളുടെ ശത്രുക്കളാണ്. ശത്രുക്കൾക്ക് നിഗൂഢമായ ലക്ഷ്യങ്ങളുണ്ട്. അതിനാൽ സംശയത്തോടെ മാത്രമേ അവൾക്ക് മറ്റുള്ളവരെ കാണാൻ പറ്റൂ. ഇതല്ലല്ലോ ഡോക്ടർ യഥാർത്ഥ നീതി, അലീന പറഞ്ഞു. എൽസമ്മയുടെ നീതി ഇതാണ്. ഇതൊരുതരം മനോവൈകല്യമാണ്. പാരനോയിഡ് പേഴ്സണാലിറ്റി എന്ന് പറയും. ഇത് മിക്കവാറും പാരമ്പര്യമായി കിട്ടുന്നതാണ്. അപൂർവമായി ശൈശവത്തിലെയോ ബാല്യത്തിലെയോ ചില കഠിനമായ അനുഭവങ്ങളിൽ നിന്നും ഉണ്ടാകാം. ഇക്കൂട്ടരുടെ ഏറ്റവും വലിയ പ്രോബ്ലം ഉൾക്കാഴ്ചയില്ല എന്നതാണ്. ഒരു സംഗതി അവർ കാണുന്നത് പോലെയാണോ മറ്റുള്ളവർ കാണുന്നത് എന്നവർ ചിന്തിക്കാറേയില്ല. ഉദാഹരണത്തിന്, പാൽ തൈരുണ്ടാക്കാൻ മാത്രമാണെന്ന് അവർ പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ആരും അതുകൊണ്ട് മോരുണ്ടാക്കാം, നെയ്യുണ്ടാക്കാം, പാൽ കൊണ്ട് കാപ്പി ഉണ്ടാക്കാം, ചായ ഉണ്ടാക്കാം, പാൽപ്പൊടി ഉണ്ടാക്കാം എന്നൊന്നും തർക്കിക്കരുത്. യാഥാർത്ഥ്യങ്ങളും സത്യങ്ങളും അടിസ്ഥാന പ്രമാണങ്ങളുമല്ല ഇക്കൂട്ടർക്ക് വലുത്. സ്വന്തം വിശ്വാസ പ്രമാണങ്ങൾ മാത്രമാണ്. ജോർജ് പുന്നൂസ് വിശദീകരിച്ചു. ഇങ്ങനെ കുടുംബം നഗരമാക്കുന്ന അനേകം സ്ത്രീകളും പുരുഷന്മാരുമുണ്ട്. ഈ പാരനോയിഡ് പേഴ്സണാലിറ്റി ഉള്ളവർക്ക് ഒരിക്കലും മനസ്സിലാക്കാൻ പറ്റില്ല അവരുടെ ചിന്തയും പ്രവൃത്തിയും വാക്കുകളുമെല്ലാം യാഥാർത്ഥ്യത്തിന് നിരക്കുന്നതല്ല എന്ന്. കാരണം അത് കാണാനുള്ള ഉൾക്കാഴ്ചയില്ല. അവർക്ക് സ്വയം വലിയ മതിപ്പാനുള്ളത്. കൃത്യമായിട്ട് കണക്കുകൾ സൂക്ഷിക്കുക. വർഷങ്ങൾക്ക് മുൻപ് നടന്ന നിസാര സംഗതികൾ പോലും അതിന്റെ തീയതിയും ദിവസവും മണിക്കൂറും ഓർത്തുവെച്ച് എണ്ണി എണ്ണി പറയുക. ആരെയും ഒരു കാര്യത്തിലും വിശ്വാസത്തിലെടുക്കാതിരിക്കുക. മറ്റുള്ളവരുടെ പ്രവൃത്തികളിലെ പോരായ്മകൾ മാത്രം കാണുക. ഒച്ചയെടുത്ത് സംസാരിക്കുക എന്നിവയാണ് ഇവരുടെ ചില പ്രത്യേകതകൾ. മറ്റുള്ളവരുടെ കുറ്റം പറയാൻ ഇവർക്ക് വലിയ ഉത്സാഹമായിരിക്കും. ഇവരെ വാദിച്ച് തോൽപ്പിക്കാനോ ന്യായം പറഞ്ഞ് മനസ്സിലാക്കാനോ സാധ്യമല്ല. സ്വന്തം കടുംപിടുത്തത്തിൽ ഇവർ ഉറച്ചു നിൽക്കും. എതിർക്കുന്നവരോടും ഇഷ്ടമല്ലാത്തവരോടും വേദനിപ്പിക്കുന്ന കുത്തുവാക്കുകൾ പറയാൻ ഇക്കൂട്ടർക്ക് യാതൊരു മനസാക്ഷിക്കുത്തുമില്ല. താൻ ചെയ്ത തെറ്റുപോലും വേറൊരാൾ ചെയ്താൽ അവർക്ക് സഹിക്കാനോ ക്ഷമിക്കാനോ ഉള്ള മനസാന്നിധ്യമില്ല. സ്വന്തം നിലപാട് സംരക്ഷിക്കാൻ വേണ്ടി കള്ളം പറയാനും മടിക്കില്ല. തന്റെ തന്നെ സ്വഭാവ വൈകല്യം കൊണ്ടാണ് ബന്ധുക്കളും മിത്രങ്ങളും അകന്നു പോകുന്നതെന്നോ ജീവിതത്തിലെ സന്തോഷവും സൗഭാഗ്യവും നഷ്ടപ്പെടുന്നതെന്നോ മനസ്സിലാക്കാനുള്ള യുക്തിയോ നീതിബോധമോ ഇക്കൂട്ടർക്കില്ല. അതാണ് ഏറ്റവും വലിയ പ്രശ്നം. മനോവൈകല്യമാണെങ്കിൽ അത് ചികിത്സിച്ച് ഭേദമാക്കാവുന്നല്ലേ ഉള്ളൂ ഡോക്ടർ, അലീന ചോദിച്ചു. പാരനോയിഡ് പേഴ്സണാലിറ്റിക്ക് മതിയായ ചികിത്സയില്ലെന്നാണ് എൻ്റെ അറിവും അനുഭവവും. ചില കൗൺസിലിംഗ് സ്ഥാപനങ്ങൾ ഇപ്പോൾ ശരിയാക്കി തരാം എന്നൊക്കെ പറഞ്ഞ് ഇത്തരം കേസുകൾ ഏറ്റെടുക്കാറുണ്ട്. അവരിൽ പലരും ഒടുവിൽ എൻ്റെ അടുത്ത് വന്നിട്ടുമുണ്ട്. ഇവരുടെ ചിന്താഗതിയും പ്രവർത്തന രീതിയും മാറ്റണമെന്ന് നമുക്ക് പറയാൻ കഴിയില്ല എന്നതാണ് ഇവരെ ചികിത്സിക്കാനുള്ള ഏറ്റവും വലിയ ബുദ്ധിമുട്ട്. അവരുടെ ഭാഗം ശരിയാണെന്ന് പറയുന്ന ഒരാളെയാണ് അവർ എപ്പോഴും അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നത്. അവർ പെരുമാറുന്നത് ശരിയാണെന്ന് നമ്മൾ സമ്മതിച്ചു കഴിഞ്ഞാൽ പിന്നെ ചികിത്സയുടെ ആവശ്യമില്ല. അവരിൽ ചെറിയ ചില അപാകതകളുണ്ടെന്നോ ഒരൽപ്പം തിരുത്തൽ ആവശ്യമാണെന്നോ നമ്മൾ പറഞ്ഞു പോയാൽ അന്നത്തോടെ അവർ കൗൺസിലിംഗ് അവസാനിപ്പിക്കും. ഞാൻ ആദ്യമേ പറഞ്ഞല്ലോ, വിമർശിക്കുന്നവരോടുള്ള സൗഹൃദമോ സഹോദര്യമോ ബന്ധുത്വമോ വിച്ഛേദിച്ചു കളയാൻ ഇവർക്ക് യാതൊരു മടിയുമില്ല. അതിനാൽ മറ്റുള്ളവരുമായി ടോളറേറ്റ് ചെയ്തു പോകാൻ വളരെ ബുദ്ധിമുട്ടാണ്. ആളുകളെ മുൻവിധിയോടെ കാണുന്നത് കൊണ്ട് വളരെ വേഗം കലഹിക്കാനുള്ള കാരണങ്ങൾ ഇവർ കണ്ടെത്തും. മറ്റുള്ളവരുടെ വികാരങ്ങൾക്ക്
ഒരു വിലയും കൽപ്പിക്കില്ല. ഇവരോട് അടുപ്പമുള്ളവരെ ശ്രദ്ധിച്ചാൽ ഒരു കാര്യം മനസ്സിലാകും. ഇവർ പറയുന്നതെല്ലാം മൂളിക്കേൾക്കുകയും ഒരു വാക്കുപോലും എതിരഭിപ്രായം പറയാതിരിക്കുകയും ചെയ്യുന്ന കൂട്ടരായിരിക്കും അവർ. ഡോക്ടർ, എന്തെങ്കിലും ഒരു പരിഹാരം? അലീന അപേക്ഷാഭാവത്തിൽ ഡോക്ടറെ നോക്കി. എന്നാൽ സ്റ്റാൻലിക്ക് ഒരു കുലുക്കവുമില്ല. ഇതൊക്കെ തനിക്ക് എന്നേ മനസ്സിലായ കാര്യങ്ങളാണ് എന്ന മട്ടിൽ അനങ്ങാപ്പാറ പോലെ ഇരിക്കുകയാണ്. പരിഹാരം ഒന്നേയുള്ളൂ, അവരോട് കലയിക്കാതിരിക്കുക, ഒരിക്കലും എതിർക്കാതിരിക്കുക, സൂക്ഷ്മതയോടെ ഇടപെടുക, സംഘർഷം ഉണ്ടാകാനുള്ള സാഹചര്യങ്ങൾ പരമാവധി ഒഴിവാക്കുക, പിന്നെ നല്ലപോലെ കെയർ ചെയ്യുക. ഇപ്പോൾ സ്റ്റാൻലി ശബ്ദിച്ചു. നമുക്ക് നീതി കിട്ടുന്നില്ല എന്ന ബോധത്തോട് എന്തുത്തരം പറയും? മറ്റാർക്കുമില്ലെങ്കിലും എന്നോടൊരു പരിഗണന എനിക്കെങ്കിലും വേണ്ടേ? ജോർജ് പുന്നൂസ് പുഞ്ചിരിച്ചു. നിങ്ങളുടെ വികാരം എനിക്ക് മനസ്സിലാവുന്നുണ്ട്. പക്ഷേ ഒരു കാര്യം നിങ്ങൾ എപ്പോഴും ഓർക്കണം, അവർ ചെയ്യുന്നത് തെറ്റാണെന്ന് അവർ അറിയുന്നില്ല. അവർ രോഗിയാണെന്ന് അവർക്ക് മനസ്സിലാക്കാൻ പറ്റുന്നില്ല. അതാണ് അവരുടെ വൈകല്യം. നമ്മൾ അവരോട് അനുകമ്പ കാണിക്കണം, കരുണയോട് പെരുമാറണം. അങ്ങനെയല്ലാതെ നിങ്ങൾക്ക് ഇതിൽ നിന്ന് കരകയറാൻ പറ്റില്ല. രോഗം അല്ലെങ്കിൽ വൈകല്യം ഒരിക്കലും ഒരു കുറ്റമല്ല എന്നോർക്കണം. ഒരു സ്ത്രീയുടെ മനോവൈകല്യം ശരിയാണെന്ന് സ്ഥാപിക്കാൻ വേണ്ടിയല്ല ഞാൻ ജനിച്ചതും ജീവിച്ചിരിക്കുന്നതും, സ്റ്റാൻലി ആമർശത്തോടെ പറഞ്ഞു. ഞാനൊരു മനുഷ്യനാണ്. ശരിയായിരിക്കുന്ന ഒരാളിനെ തെറ്റായി കാണുന്നതും നിരപരാധിയെ ശിക്ഷിക്കുന്നതും തമ്മിൽ എന്താണ് വ്യത്യാസം? അത് ആർക്ക് താങ്ങാൻ കഴിയും? ഇപ്പോൾ വാർദ്ധക്യത്തോട് അടുത്തിരിക്കുന്ന ഈ പ്രായത്തിൽ നിങ്ങൾക്കിനി മത്സരിച്ച് ഒന്നും നേടാനില്ല. എൽസിനോട് ഞാൻ കുറേയധികം സമയം സംസാരിച്ചു. അവരുടെ ഇതുവരെയുള്ള നിലപാടുകൾ ശരിയാണെന്ന് അവർ ഉറച്ചു വിശ്വസിക്കുന്നു. അവരുടെ സഹോദരിയും മറ്റും അവരെ കബളിപ്പിച്ചിട്ടുണ്ടാകും. അതും നിങ്ങളുടെ കുറ്റമാണെന്ന് അവരുടെ വിശ്വാസം. നോക്കേണ്ടാൽ വേണ്ട പോലെ നോക്കിയില്ലെങ്കിൽ മറ്റുള്ളവർ കബളിപ്പിച്ചിട്ടുണ്ടാകും. അതുകൊണ്ട് എനിക്ക് പറയാനുള്ളത് ഇതാണ്, അവരോട് മത്സരിക്കണ്ട, സഹതാപത്തോടെ കാണുക. കുട്ടികൾ ഏറെക്കുറെ നിങ്ങളെ മനസ്സിലാക്കി കഴിഞ്ഞു. അതുപോരെ? സ്റ്റാൻലി മറുപടി പറയാതെ വലം പിടിച്ച് ഇരുന്നു. കുട്ടികൾ അവരുടെ പല വിശ്വാസങ്ങളും തിരുത്തിയിട്ടുണ്ട്. ഇളയ കുട്ടികൾക്ക് ആരുടെയും ശ്രദ്ധ കിട്ടിയിരുന്നില്ല. ഇനി നിങ്ങളുടെ കയ്യിലാണ് അവർ. അവരോട് സംസാരിക്കണം, കൂടെ നിന്ന് അവരെ ആശ്വസിപ്പിക്കണം. ഈ പാരനോട് പേഴ്സണാലിറ്റിക്ക് മറ്റൊരു കുഴപ്പം കൂടിയുണ്ട്. കുടുംബത്തിലെ ഒരാൾക്ക് ആ വൈകല്യമുണ്ടെങ്കിൽ മറ്റുള്ളവരെ കൂടി അത് ബാധിക്കും. നിരാശ, സ്വാർത്ഥത, സ്നേഹശൂന്യത, ഇച്ഛാശക്തിയില്ലായ്മ, വീട് വിട്ടു പോകാനുള്ള ത്വര എന്നിവയാണ് പ്രത്യക്ഷ ലക്ഷണങ്ങൾ. അവർ തനിയെ ഒറ്റപ്പെടും. നിങ്ങളുടെ കുട്ടികളും അത്തരമൊരു അവസ്ഥയിലായിരുന്നു. അലീനയുടെ വരവ് അവരുടെ ജീവിതത്തിൽ വലിയ സ്വാധീനം ചെലുത്തി. അത് കുട്ടികൾ 3 പേരും പറഞ്ഞു. അല്ലെങ്കിൽ നിങ്ങൾക്കൊരിക്കലും അവരെ എൻ്റെ അടുത്തേക്ക് കൊണ്ടുവരാൻ സാധിക്കുമായിരുന്നില്ല. പാശ്ചാത്യ രാജ്യങ്ങളിൽ പാരനോയിഡ് പേഴ്സണാലിറ്റിയുള്ള അച്ഛൻ്റെയോ അമ്മയുടെ കുട്ടികൾക്ക് കൃത്യമായ ഇടവേളകളിൽ കൗൺസിലിംഗ് നിർബന്ധമാണ്. ദമ്പതികളിൽ ഒരാൾക്ക് ആ വൈകല്യമുണ്ടെങ്കിൽ മറ്റേയാൾ നിർബന്ധമായും കൗൺസിലിംഗ് എടുത്തിരിക്കും. ഞാൻ കേട്ടിരിക്കുന്നത് അങ്ങനെയല്ല. 2-ൽ-1 പാരനോയിഡ് ആണെന്ന് കണ്ടാൽ അവർ ഡിവേഴ്സിന് പോകുമെന്നാണ്, സ്റ്റാൻലി പറഞ്ഞു. അതും ശരിയാണ്. യൂറോപ്യന്മാരും അമേരിക്കക്കാരും തങ്ങളുടെ ജീവിതം ദുരിതപൂർണമായിരിക്കാൻ സമ്മതിക്കുന്നവരല്ല. പക്ഷേ നമ്മുടെ നാട്ടിൽ സഹിഷ്ണുത കൂടുതലുണ്ട്. ഇല്ലായിരുന്നെങ്കിൽ അവിടുത്തെ പോലെ ഇവിടെയും വിവാഹമോചനങ്ങൾ പെരുകിയനെ. ഡോക്ടർ നിർത്തി. അതുകൊണ്ട് എൽസമ്മയ്ക്ക് ഇനി ട്രീറ്റ്മെന്റ് വേണ്ട. എനിക്കും മക്കൾക്കും മാത്രം മതി. നന്നായി. സ്വയം പരിഹസിക്കും പോലെ സ്റ്റാൻലി പറഞ്ഞു. വീട്ടിലെ രോഗിയിൽ നിന്നും രോഗം പകരാതെ മറ്റു കുടുംബങ്ങൾ പ്രതിരോധ കുത്തിവയ്പ് എടുക്കാറില്ലേ? അതുപോലെ തന്നെ ഇതും. ഒരാൾക്ക് ഉൾക്കാഴ്ചയില്ലെന്ന് പറയുമ്പോൾ അത് കാഴ്ചയില്ലാത്തതിനേക്കാൾ കഠിനമാണെന്ന് താങ്കൾ മനസ്സിലാക്കണം. കണ്ണില്ലാത്തവരോട് നമുക്കൊരു ദയ വേണ്ടേ? അലീന മുഖം തിരിച്ച് സ്റ്റാൻലി നോക്കി. ഗൗരവത്തിലിരിക്കുകയാണ്, ഒട്ടും ആയവില്ലാത്തതുപോലെ. ഒറ്റപ്പെട്ടുപോയ വർഷങ്ങൾ, അനുഭവിച്ച വേദന, എവിടെയോ കളഞ്ഞുപോയ സന്തോഷങ്ങൾ, കേൾക്കേണ്ടി വന്ന ദുരാരോപണങ്ങൾ, സഹിക്കേണ്ടി വന്ന ഒറ്റപ്പെടൽ, ഇതൊക്കെ സ്റ്റാൻലിയുടെ ഉള്ളിൽ നീറിക്കിടപ്പുണ്ടായിരിക്കും. പക്ഷേ അത് സൂക്ഷിക്കുന്നത് കൊണ്ട് ഫലമില്ലല്ലോ. കുട്ടികൾ വലുതായി. ഇനി അവർക്ക് സന്തോഷം കൊടുക്കുക. ഡോക്ടർ പറഞ്ഞു നിർത്തി. ഇനി എന്നാ ഞങ്ങൾ വരേണ്ടത്? അലീന ചോദിച്ചു. ടെൽസിയേയും കൂട്ടി 3 മാസം കഴിഞ്ഞ് വന്നാൽ മതി. അവൾക്ക് പുരോഗതിയുണ്ട്. അലീന ഉണ്ടല്ലോ അവളുടെ കൂടെ, ഇല്ലേ? അലീനയുടെ മുഖത്തെ സംശയഭാവവും സ്റ്റാൻലി തലചരിച്ച് അവളെ നോക്കിയതും ഡോക്ടർ ശ്രദ്ധിച്ചു. എന്താ, എന്തുപറ്റി? ഉത്തരം പറയാൻ ഒരു വിഷമം പോലെ. ഇവൾക്കൊരു കൗൺസിലിംഗ് വേണ്ടിവരും ഡോക്ടർ, സ്റ്റാൻലി പറഞ്ഞു. അതെന്തിനാണ്? ഇവൾക്കേ ഒരിടത്തും സ്ഥിരമായിട്ട് താമസിക്കാൻ പറ്റില്ല. 1-2 മാസം ഒരിടത്ത് തങ്ങിയാൽ പിന്നെ ഉടൻ അടുത്ത സ്ഥലത്തേക്ക് മാറിപ്പോയിരിക്കണം. അതെന്താ അലീന അങ്ങനെ? ഡോക്ടർ ജോർജ് പുന്നൂസ് പുഞ്ചിരിയോടെ തിരക്കി. ഇടയ്ക്കിടയ്ക്ക് ഞാൻ എൻ്റെ അമ്മയുടെ വീട്ടിൽ പോയി താമസിക്കാറുണ്ട്. അവിടെ ഉള്ളവരും എനിക്ക് പ്രിയപ്പെട്ടവരാണ്.
അത് പപ്പയ്ക്ക് ഇഷ്ടമല്ല. പിന്നെ എനിക്ക് കഴക്കൂട്ടത്തെ ആ പഴയ ഓർഫനേജ് വീണ്ടും ഏറ്റെടുത്ത് നടത്തണമെന്നുണ്ട്. അതും പപ്പയ്ക്ക് ഇഷ്ടമല്ല. ഈ പ്രായത്തിൽ ഇവളിനി ഒരു വിവാഹം കഴിക്കുകയാണ് വേണ്ടത്, സ്റ്റാൻലി പറഞ്ഞു. അലീനയുടെ പൂർവ്വകാല ജീവിതത്തെക്കുറിച്ചെല്ലാം ഇതിനകം മനസ്സിലാക്കിയിരുന്നതിനാൽ തികഞ്ഞ ലാഘവത്തോടെയാണ് ഡോക്ടർ ജോർജ് പൊന്നൂസ് ഈ വിഷയം എടുത്തത്. നിർബന്ധിച്ച് കഴിപ്പിക്കേണ്ട ബേബി ഫുഡൊന്നുമല്ലല്ലോ വിവാഹം. അത് അത്യാവശ്യമുള്ളവരാണ് തീരുമാനിക്കേണ്ടതും കഴിക്കേണ്ടതും, ഡോക്ടർ ചെറുചിരിയോടെ പറഞ്ഞു. സ്റ്റാൻലി അത് ശ്രദ്ധിക്കാത്ത പോലെ കൈത്തണ്ട അല്പം ഉയർത്തി വാച്ചിലേക്ക് നോക്കി. എന്നാൽ ഇനി ഞങ്ങൾ ഇറങ്ങട്ടെ ഡോക്ടർ. എനിത്തിങ് എൽസ്? നത്തിങ്. പറഞ്ഞതൊക്കെ മനസ്സിലിട്ട് ഒന്നുകൂടെ റീവൈൻഡ് ചെയ്ത് നോക്കുക. ദാറ്റ്സ് ഓൾ. താങ്ക് യു ഡോക്ടർ. സ്റ്റാൻലി എഴുന്നേറ്റു. പിന്നാലെ അലീനയും. അവളും ഡോക്ടറോട് നന്ദി പറഞ്ഞു. അവർ കൺസൾട്ടിംഗ് റൂം വിട്ട് ഡ്രോയിങ് റൂമിലേക്ക് ഇറങ്ങി. എൽസമ്മ ഇവിടെ തനിച്ചിരിപ്പുണ്ടായിരുന്നു. ടാനിയയും ടെൽസയും ടോജോയും ഡോക്ടറുടെ പൂന്തോട്ടത്തിൽ നിന്ന് ഇനിയും ഇറങ്ങിയിട്ടില്ല. ടെൽസ തുമ്പിയുടെ പുറകെയാണ്. അലീന ചെന്ന് എൽസമ്മയുടെ കൈ പിടിച്ച് എഴുന്നേൽപ്പിച്ചു. അവർ ഉദ്വേഗത്തോടെ അവളെ നോക്കി. ഡോക്ടർ എന്തു പറഞ്ഞെന്ന ചോദ്യമാണ് കണ്ണുകളിൽ. സ്റ്റാൻലി സിറ്റൗട്ടിലേക്ക് ഇറങ്ങിപ്പോയി. ആന്റി ഒരു പാവമാണെന്ന് ഡോക്ടർ പറഞ്ഞു. എൽസമ്മയ്ക്ക് വളരെ ആശ്വാസമായി. പപ്പയാണെങ്കിൽ അതിനേക്കാൾ പാവം. ടാനിയും ടെൽസിയും ടോജോയും ഏറ്റവും പാവങ്ങൾ, അലീന കൂട്ടിച്ചേർത്തു. എല്ലാവരും പാവങ്ങളാണെങ്കിൽ വഴക്കുണ്ടാക്കേണ്ട കാര്യമില്ലല്ലോ. നമുക്കതിനു പകരം ബിരിയാണി ഉണ്ടാക്കാം, കട്ട്ലറ്റ് ഉണ്ടാക്കാം, അവലോസുണ്ടയും ഉണ്ടാക്കാം, അലീന ചിരിച്ചുകൊണ്ടാണ് പറഞ്ഞത്. എൽസമ്മയ്ക്ക് സംശയമായി. ഇവൾ കളിയാക്കുകയാണോ? എൽസമ്മ ആന്റി, ഇത്തിരിയല്ലേ ഉള്ളൂ ജീവിതം. ഈ ഭൂമിയിൽ എവിടെയോ വെച്ച് കണ്ടുമുട്ടി ഒന്നിച്ച് ഇണങ്ങിയും പിണങ്ങിയും ജീവിച്ചിട്ട് ഒടുവിൽ മരിച്ചു പിരിയേണ്ടവരല്ലേ നമ്മളെല്ലാവരും. പിന്നീട് എന്നെങ്കിലും ഏതെങ്കിലും ലോകത്ത് വെച്ച് നമ്മൾ കണ്ടുമുട്ടുമോ? കണ്ടുമുട്ടിയാൽ തന്നെ തിരിച്ചറിയുമോ? ഒരിക്കലുമില്ല. എന്തു കഷ്ടമാണ്. ഭൂമിയിൽ കിട്ടിയ ഒരേ ഒരു ജീവിതം ഇങ്ങനെ വേദനിച്ചും വേദനിപ്പിച്ചും വെറുത്തും വെറുപ്പിച്ചും നാശമാക്കി കളയരുത്. ഇത്തിരി സ്നേഹം പൂശിയാൽ ഈ വേദനകളെല്ലാം സന്തോഷമാക്കാം. എൽസമ്മ മറുപടിയൊന്നും പറയാതെ മൗനമായി അലീനോടൊപ്പം പുറത്തേക്കിറങ്ങി. ഇത്രയുമാണ് ഇന്നത്തെ കഥ. അടുത്ത കഥയുമായി വീണ്ടും വരാം. ബൈ.